ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗിരി മഞ്ജുവിനോട് മഹിമയെ ഓണത്തിന് വിളിക്കാമെന്നുള്ള കാര്യം പറയാണ്. അങ്ങനെ മഞ്ജുവിന് സന്തോഷത്തോടു കൂടി മഹിമയെ ഫോൺ ചെയ്യുകയാണ്. പക്ഷേ മഹിമ പറയുന്നത്, ഞാൻ വരുന്നില്ല ചേച്ചി, ഞാൻ വന്നു കഴിഞ്ഞാൽ അത് ചേച്ചിക്ക് തന്നെയാണ് ബുദ്ധിമുട്ടുണ്ടാവുക. എന്നെ കണ്ടാൽ എന്തായാലും ഭാനു അമ്മയും സ്വപ്നയും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ സ്വഭാവത്തിന് ഞാൻ തിരിച്ചു മറുപടിയും പറയും. പിന്നീട് അത് ചേച്ചിയെയാണ് ബാധിക്കുക. അതുകൊണ്ട് ഞാൻ വരുന്നില്ല ചേച്ചി എന്ന് പറയട്ടോ. അങ്ങനെ മഞ്ജു ഒരുപാട് വിളിക്കുന്നുണ്ട്. പക്ഷേ മഞ്ജുവിനോട് മഹിമ ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഗിരി ഫോൺ വാങ്ങിയ ശേഷം ഗിരി വിളിക്കുകയാണ്. നീ നാളെ ഓണമായിട്ട് അവിടെ ഹോസ്റ്റലിൽ നിൽക്കേണ്ട, ഇവിടേക്ക് വന്നോളൂ എന്ന് പറയുമ്പോൾ, അത് വേണ്ട ഗിരിയേട്ടാ, ഞാൻ വന്നു കഴിഞ്ഞാൽ അത് ചേച്ചിക്കാണ് ബുദ്ധിമുട്ടുണ്ടാവുക. എന്തെങ്കിലും എന്നെക്കുറിച്ച് ഭാനുമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന് മറുപടി പറയും. പക്ഷേ അത് ഗിരിയേട്ടന് പോലും അത് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വരുന്നില്ല എന്ന് എന്നെ നിർബന്ധിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ മഞ്ജുവിനോട് ഗിരി പറയുകയാണ്, നമ്മൾ വിളിച്ചില്ലേ, അവൾ വരാതിരുന്നതല്ലേ, ഒന്നല്ലെങ്കിൽ വയസ്സിന് മൂത്ത ആളുകളല്ലേ, എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതിയിട്ട് അതൊക്കെ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുകയാണോ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയണ, അങ്ങനെയല്ല മഹിമ, അതൊന്നും മനസ്സിൽ കൊണ്ട് നടന്നതല്ല ഗിരിയേട്ട. മഹിമയെ കള്ളിയാക്കാൻ വേണ്ടി നോക്കിയത്, അത് അവൾക്ക് അത്രയ്ക്കധികം വിഷമം ഉണ്ടായിട്ടുണ്ട്. ആ വീട്ടിലേക്ക് വീണ്ടും കയറി വരുന്ന ആ ഒരു ബുദ്ധിമുട്ടിലാണ് അവൾ, അതുകൊണ്ടാണ് വരാതിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഗിരി പറയുകയാണ്, അവൾക്ക് ഓണമായിട്ട് തനിച്ചായിരിക്കും അവൾക്ക് വിധിച്ചിട്ടുണ്ടാവുക, അതുകൊണ്ടാണ് അവൾക്ക് വരാതിരിക്കാൻ തോന്നുന്നത് എന്നും പറഞ്ഞ് ഗിരി അവിടെ നിന്നും പോവുകയാണ്. അത് കേട്ടപ്പോൾ മഞ്ജുവിന് ഒരുപാട് വിഷമാവാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഓണമായിട്ട് മഹിമ നേരെ ഗൗരിയമ്മയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഗൗരിയമ്മയും മുകുന്ദനും വിളിച്ചിട്ടുണ്ടാവും മഹിമയെ. അങ്ങനെ അവരെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഗൗരിയമ്മ വക്കീലും ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓണത്തിനുള്ള സദ്യ തയ്യാറാക്കാനുള്ള പരിപാടികളാണ് അവർ ചെയ്യുന്നത്. ആ സമയത്താണ് മഹിമ അവിടേക്ക് വരുന്നത്. അങ്ങനെ മഹിമയെ കാണുന്ന സമയത്ത് ഗൗരിയമ്മ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ കേട്ടോ. എന്നിട്ട് വക്കീലിന് മുന്നിൽ വെച്ച് പറയുകയാണ്, ഞാൻ മോൾ ഇവിടെ നിൽക്ക്, ഞാൻ മോൾക്ക് ഒരു സാധനം കൊണ്ട് തരാം എന്നും പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ മഹിമ ചോദിക്കുന്നുണ്ട് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, അത് സർപ്രൈസ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഗൗരിയമ്മ അത് എടുക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഗൗരിയമ്മ വക്കീലിനോട് പറയുന്നുണ്ട്, ഞാൻ എന്താണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ള കാര്യം നീ മഹിമയോട് തൽക്കാലം പറയണ്ട, നീ അങ്ങനെ ആളാവാൻ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഗൗരിയമ്മ അവിടുന്ന് തമാശയോട് കൂടി പോകുന്നത്. അങ്ങനെ വക്കീലിനോട് മഹിമ ചോദിക്കുന്നുണ്ട്, എന്താണ് എനിക്ക് ഗൗരിയമ്മ തരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാനത് പറഞ്ഞു കഴിഞ്ഞാലേ ഇനി എനിക്ക് ഗൗരിയമ്മയുടെ കയ്യിൽ നിന്നും അടി കിട്ടും, അതുകൊണ്ട് ഇപ്പോൾ കൊണ്ടുവരും, അപ്പോൾ കണ്ടാൽ മതി എന്ന് പറയണ. അങ്ങനെ ഗൗരിയമ്മ മഹിമയ്ക്കുള്ള ഓണ സമ്മാനവുമായിട്ട് വരികയാണ്. അത് മഹിമയുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ മഹിമയ്ക്ക് ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ. ഒരു കൂട്ട് ഡ്രസ്സ് തന്നെയായിരിക്കും അതിലുണ്ടാവുക, ഒരു സെറ്റ് സാരി തന്നെയായിരിക്കും ആ ഓണസമ്മാനമായിട്ട് മഹിമയ്ക്ക് ഗൗരിയമ്മ കൊടുക്കുന്നത്. അങ്ങനെ അത് കൊടുത്തതോടുകൂടി മഹിമയുടെ കണ്ണൊക്കെ അങ്ങ് നിറയാണ് കേട്ടോ. അച്ഛനുള്ള സമയത്ത് ഓണസമ്മാനമായി അച്ഛൻ കൊടുത്ത കാര്യമാണ് കേട്ടോ മഹിമയ്ക്ക് ആ സമയത്ത് ഓർമ്മ വരുന്നത്. അപ്പം തന്നെ വക്കീൽ പറയുന്നുണ്ട്, കണ്ടില്ലേ അമ്മ, മഹിമ ആകെ സെൻറ്റിയായി, അമ്മ ഇത് കൊടുത്തത് കൊണ്ടാണ് എന്ന് പറയണം. നീ വെറുതെ ഇരുന്നേടാ ചെക്ക എന്നങ്ങ് പറഞ്ഞിട്ട് മഹിമയെ ചേർത്ത് പിടിക്കാൻ കേട്ടോ ഗൗരിയമ്മ. എന്നിട്ട് പറയുകയാണ്, മോള് ഈ വീട്ടിലെ ഒരു അംഗം തന്നെയാണ്, ഞങ്ങളെ രണ്ടുപേരെയും നിന്റെ സ്വന്തമായിട്ട് അങ്ങ് കണ്ടോ, നിനക്ക് സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഞങ്ങളുടെ അടുത്തേക്ക് ഓടി നിന്റെ ഏത് പ്രശ്നവും ഞങ്ങളോട് തുറന്ന് പറയാം എന്നൊക്കെ പറഞ്ഞ് ഗൗരിയമ്മ മഹിമയെ ചേർത്ത് പിടിക്കാൻ കേട്ടോ. ആ സമയത്ത് വക്കീൽ മഹിമയുടെ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു തമാശ പറയുകയാണ്, ഞങ്ങളെ രണ്ടുപേരെയും നീ നിന്റെ സ്വന്തമായിട്ട് കണ്ടോ, പക്ഷേ ഈ വീടില്ലേ, ഈ വീട് നിന്റെ സ്വന്തമായിട്ട് ഒരിക്കലും നീ കാണരുത്, കാരണം അത് ഈ ഓണർ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ, നീ ഒന്ന് വെറുതെ ഇരുന്നേടെ ചെക്ക എന്ന് ഗൗരിയമ്മ പറയാൻ കേട്ടോ. അവനൊരു തമാശ ഞാനതിനെ ഒരു തമാശയായിട്ട് തന്നെയല്ലേ പറഞ്ഞത്, അതിപ്പോൾ ഇത്ര സീരിയസ് ആയോ എന്നങ്ങ് ചോദിക്കുമ്പോൾ, നിൻ്റെ ഒരു വളിപ്പ് പിടിച്ച തമാശ എന്നും പറഞ്ഞ് ഗൗരിയമ്മ മഹിമയും കൂട്ടിയിട്ട് കിച്ചണിലേക്ക് പോവുകയാണ് കേട്ടോ. എന്നിട്ട് മഹിമയോട് പറയുന്നുണ്ട്, നീ പോയി ഡ്രസ്സ് മാറിയിട്ട് വായ മോളെ എന്നും പറഞ്ഞു ഗൗരിയമ്മയും വക്കീലും കൂടി അടുക്കളയിലേക്ക് പോകുന്നത്. എന്നിട്ട് അവർ രണ്ടുപേരും പാചകങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. വക്കീലാണെങ്കിൽ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാരണം തന്നെ കണ്ണിൽ നിന്നൊക്കെ ഒരുപാട് കണ്ണുനീര് വരികയാണ് കേട്ടോ. അപ്പോൾ അമ്മയോട് പറയുന്നുണ്ട്, എന്തിനാ അമ്മ എനിക്ക് ഉള്ളി തന്നത്, ഞാൻ പറഞ്ഞതല്ലേ ഞാൻ തക്കാളി അരിഞ്ഞോളാം എന്നുള്ളത്, ഇപ്പോൾ ഞാൻ കരയുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഗൗരിയമ്മക്ക് വക്കീലിൻ്റെ ആ ഒരു കുസൃതിയും തമാശയൊക്കെ ഒരുപാട് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് മഹിമ അവിടേക്ക് വരുന്നത്. മഹിമയെ കാണുമ്പോൾ ഗൗരിയമ്മ കണ്ണെടുക്കാതെ നോക്കി പോവുകയാണ് കേട്ടോ. എന്ത് നല്ല ഭംഗിയാണ് നീ ഈ സെറ്റ് സാരി എടുത്തു വന്നപ്പോൾ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അങ്ങനെ ഗൗരിയമ്മ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് മഹിമയെ വക്കീൽ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ വക്കീലിൻ്റെ കണ്ണിലൊന്നും മഹിമയെ നല്ലപോലെ തെളിഞ്ഞ് കാണുന്നില്ല കേട്ടോ.
കണ്ണുനീര് വന്നത് കൊണ്ട് തന്നെ, ഉള്ളി അരിയുന്നത് കൊണ്ട് കണ്ണുനീര് വരുന്നത് കൊണ്ട് തന്നെ വക്കീലിന് മഹിമയെ നല്ലതുപോലെ കാണാനില്ല. അങ്ങനെ വക്കീൽ 2-3 തവണ കണ്ണൊന്ന് തുടച്ച ശേഷമാണ് കേട്ടോ മഹിമയുടെ മുഖത്തേക്ക് നോക്കുന്നത്. ആ സമയത്ത് മഹിമ നല്ല സുന്ദരിയായിട്ടാണ് വന്നു നിൽക്കുന്നത്. അങ്ങനെ മഹിമയെ കാണുമ്പോൾ വക്കീൽ അറിയാതെ അങ്ങ് മനസ്സുകൊണ്ട് പറഞ്ഞു പോവുകയാണ്ടോ, ഇവൾ ഇത്രയ്ക്ക് സുന്ദരിയായിരുന്നോ എന്ന് വക്കീൽ അറിയാതെ അങ്ങ് പറഞ്ഞു പോവുകയാണ്. എന്നിട്ട് വക്കീലിൻ്റെ മുന്നിൽ വെച്ച് ഗൗരിയമ്മ കണ്ടോടാ മുകുന്ദ, എന്ത് ഭംഗിയാണ് ഈ സെറ്റ് സാരിയിൽ, മഹിമ നല്ല ഭംഗിയായിട്ടുണ്ട്, എൻ്റെ മോളെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറയുമ്പോൾ മഹിമ ചോദിക്കുകയാണ്, അപ്പോൾ ഇതുവരെ എന്നെ കാണാൻ ഭംഗിയുണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുക. അങ്ങനെ വേണം അമ്മയ്ക്ക്, അങ്ങനെ തന്നെ ചോദിക്കണം മഹിമയെ, ഇപ്പോൾ ഉത്തരം മുട്ടിപ്പോയോ എന്ന് വക്കീൽ തമാശയോട് കൂടി ചോദിക്കുകയാണ്. മോളെ, നിന്നെ ഏത് വേഷത്തിലും നല്ല ഭംഗിയുണ്ട്, പക്ഷേ ഞാനൊരു നാടനല്ലേ, പഴയ ആളായത് കൊണ്ടായിരിക്കാം എനിക്ക് നിന്നെ ഈ സെറ്റ് സാരിയിൽ കാണുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ മഹിമ പറയുകയാണ്, അതിന് എനിക്കും ആഗ്രഹമുണ്ട് സാരിയൊക്കെ ഇട്ട് നടക്കാൻ, പക്ഷേ എനിക്ക് ജോലി ചെയ്തല്ലേ പറ്റൂ, ആ ജോലിക്കനുസരിച്ചുള്ള ഡ്രസ്സല്ലേ ഇടാൻ കഴിയൂ എന്നൊക്കെ പറയട്ടോ. അങ്ങനെ എങ്ങനെയുണ്ട് മുകുന്ദ മഹിമയെ ഇപ്പോൾ കാണാൻ എന്ന് ചോദിക്കുമ്പോൾ തരക്കേടില്ല എന്നങ്ങ് പറയാൻ കേട്ടോ. അവൻ വെറുതെ പറയുന്നതാ മോളെ, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ ശേഷം വക്കീൽ പറയുകയാണ്, ഏതായാലും ഇനിയിപ്പോൾ സാരിയൊക്കെ എടുത്തുകൊണ്ട് വന്നതല്ലേ, എന്നാ പിടിച്ചോ എന്നും പറഞ്ഞിട്ട് കത്തി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെന്തിനാ എനിക്ക് കത്തി തരുന്നത്, അതെ ഏതായാലും സാരിയൊക്കെ എടുത്തുകൊണ്ട് വന്നതല്ലേ, ആ കാണുന്ന ഉള്ളിയില്ലേ അതങ്ങ് അരിഞ്ഞേക്ക് ഐശ്വര്യമായി പിടിച്ചോ എന്ന് പറയുമ്പോൾ ഗൗരിയമ്മ പറയുകയാണ്, അത് മുഴുവനും നീ തന്നെ അരിഞ്ഞു തീർക്കണം, മോൾക്ക് അവിടെ വേറൊരു പണിയുണ്ട് എന്നും പറഞ്ഞ് ഗൗരിയമ്മ മഹിമയും കൂട്ടിയിട്ട് അടുക്കളയിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ മഹിമയെ ആ വേഷത്തിൽ കണ്ടതോട് കൂടിയിട്ട് വക്കീലിൻ്റെ മനസ്സിലൊരു രടുപൊട്ടുക തന്നെയാണ്. വക്കീൽ അറിയാതെ പറഞ്ഞു പോകുന്നുമുണ്ട് കേട്ടോ മഹിമയെ കാണാൻ എന്ത് സുന്ദരിയാണെന്നുള്ളത്. ഗൗരിയമ്മ വക്കീലിൻ്റെ മുന്നിൽ വെച്ച് തന്നെ മഹിമയോട് പറയുന്നുണ്ട്, ഇവനൊരു പെണ്ണിനെ സ്നേഹിച്ചിരുന്നു, അവളെ കണ്ടാലും മതി, അവളെ സീരിയലിലെ താടകയായിട്ട് ഉപയോഗിക്കാനാണ് പറ്റുകയുള്ളൂ, മത്തങ്ങ മോറും ഒക്കെ ആയിട്ടാണ് അവൾ എന്നൊക്കെ പറഞ്ഞ് സ്വപ്നയെക്കുറിച്ച് വല്ലാതെ അങ്ങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഹിമയ്ക്കാണെങ്കിലും സ്വപ്നയാണ് ഗൗരിയമ്മ ഈ പറയുന്നത് എന്നുള്ള കാര്യമൊക്കെ അറിയാവുന്നത് തന്നെ. പക്ഷേ വക്കീലിന് സ്വപ്നയാണ് ഞാൻ സ്നേഹിച്ചത് എന്നുള്ള കാര്യം മഹിമയ്ക്ക് അറിയില്ല എന്നാണ് കേട്ടോ വക്കീലിൻ്റെ മനസ്സിലുള്ളത്. പിന്നീട് ഗിരിയും മഞ്ജുവും കൂടിയിട്ട് ഓണമായിട്ട് വക്കീലിൻ്റെ വീട്ടിലേക്ക് പോവാമെന്ന് തീരുമാനിക്കുകയാണ്. വക്കീൽ വിളിച്ചിട്ടുണ്ടാവും ഗിരിയെയും മഞ്ജുവിനെയും ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനു വേണ്ടി കുളിയൊക്കെ കഴിഞ്ഞ് ഗിരി പുറത്തേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ ഒരു കൈ കൊണ്ട് മുറി ആയതുകൊണ്ട് തന്നെ ഒരു കൈ കൊണ്ടാണ് തലയൊക്കെ തോർത്തുന്നത്. അത് കണ്ടും കൊണ്ടാണ് മഞ്ജു വരുന്നത്. അപ്പോൾ മഞ്ജു ചോദിക്കുകയാണ്, അല്ല ഗിരിയേട്ടൻ്റെ ഇതുവരെ കഴിഞ്ഞില്ലേ, ഞാൻ കരുതി ഗിരിയേട്ടൻ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ അതിന് ഒരു കൈ വെച്ചിട്ടാണ് കുളിച്ചത് തന്നെ, അതിൻ്റെ പാട് എനിക്ക് അറിയുകയുള്ളൂ, ഇപ്പോഴാണ് മനസ്സിലായത് ഒരു കൈ കൊണ്ട് കുളിക്കാനൊന്നും കഴിയില്ല എന്നുള്ളത് എന്ന് പറയുമ്പോൾ ഇങ്ങ് തായോ ഞാൻ തോർത്തി തരാമെന്നും പറഞ്ഞ് ഗിരിയുടെ കയ്യിൽ നിന്നും തോർത്തു വാങ്ങിച്ച് മഞ്ജു ഗിരിയുടെ തലയൊക്കെ തോർത്തി കൊടുക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഗിരി കണ്ണെടുക്കാതെ തന്നെ മഞ്ജുവിനെ തന്നെ നോക്കി പോവുകയാണ്. അപ്പോൾ മഞ്ജു പെട്ടെന്ന് ഗിരി നോക്കുന്നത് കാണുമ്പോൾ മഞ്ജുവിന് നാണം വരികയാണ് കേട്ടോ. എന്നിട്ട് ഗിരി അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് മഞ്ജുവിനെ. അപ്പോൾ എന്താ ഗിരിയേട്ട ഈ കാണിക്കുന്നത്, വിടു എന്നെ വിടു, നമുക്ക് പോവാൻ നേരം വഴുകി എന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല, ഞാൻ മുകുന്ദനോട് പറഞ്ഞോളാം, കുറച്ച് നേരം വഴുകി എന്ന് കരുതിയിട്ടേ ഒരു കുഴപ്പവുമില്ല, നീ ഇവിടെ നിൽക്കുക എന്ന് പറയുമ്പോൾ എന്താ ഗിരിയേട്ട ഈ കാണിക്കുന്നത്, ഓണമായിട്ടേ ഒരു ഉമ്മ ഒക്കെ തന്നിട്ട് പോയാൽ മതി എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ മഞ്ജുവിനെ ചേർത്ത് പിടിക്കുന്നത് ഗിരി. അപ്പോഴൊക്കെ ഗിരിയോട് പറയുന്നുണ്ട് മഞ്ജു ഒന്ന് വിടു ഗിരിയേട്ട എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ മഞ്ജുവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ മുഖം കൊണ്ട് ചെല്ലുകയാണ് കേട്ടോ. ഉമ്മ വയ്ക്കാൻ വേണ്ടിയിട്ട് ഗിരിയുള്ള പുറപ്പാടിലാണ്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഗിരിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി മഞ്ജു ഒരു അടവെടുക്കുകയാണ്. അതാ അമ്മ വരുന്നു എന്നങ്ങ് പറയാം. അത് കേട്ടപ്പോൾ ഗിരി പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. എന്നിട്ട് മഞ്ജുവിനെ കണ്ട് വിടുകയാണ്. അപ്പോൾ നീ എന്നെ പറ്റിച്ചതാണല്ലേ എന്ന് പറയുമ്പോൾ പിന്നല്ലാതെ നമുക്ക് പോവാൻ നേരം വൈകിയിട്ടുണ്ട്, ഗിരിയേട്ടൻ എത്രയും പെട്ടെന്ന് ഈ ഡ്രസ്സ് ഒന്ന് മാറിയിട്ട് ഇവിടെ നിന്നൊന്ന് ഒഴിവാക്കി തായോ, എനിക്കൊന്ന് ഡ്രസ്സ് മാറാനുള്ളതാണ് എന്ന് പറഞ്ഞ് ഗിരിയുടെ മുന്നിൽ നാണത്തോടു കൂടി മഞ്ജു അവിടെ നിന്നും പോവുകയാണ്. മഞ്ജു പോയി കഴിഞ്ഞ ശേഷം ഗിരിയും അറിയാതെ അങ്ങ് ചിരിച്ചു പോവുകയാണ് കേട്ടോ, പുഞ്ചിരിക്കുകയാണ്. പിന്നീട് ശാലിനിയെ കാണാൻ വേണ്ടിയിട്ട് സ്വപ്ന ചെല്ലുന്നുണ്ട്. അങ്ങനെ ശാലിനിയും ചാച്ചുവും കൂടി അപ്പോൾ സംസാരിക്കാവും. അപ്പോൾ ചാച്ചു ശാലിനിയോട് പറയുന്നുണ്ട്, നീ ഹോട്ടലിൽ ചെന്ന ശേഷം ഇപ്പോൾ നല്ല കച്ചവടമായിട്ടുണ്ട് എന്ന് പറയാം
പറയാണ്. അപ്പോഴാണ് സ്വപ്ന അവിടേക്ക് ചെല്ലുന്നത്. അപ്പോൾ സ്വപ്നയെ കാണുമ്പോൾ ശാലിനി ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ നോക്കുന്നത്. എന്നിട്ട് എന്ത് വേണം എന്ന് ചോദിക്കുമ്പോൾ ശാലിനി, ഞാൻ ഇവിടേക്ക് വന്നത് ഞാൻ നിന്നോടൊരു കാര്യം പറയാനാണ്. മഞ്ജുവിനെയും ഗിരിയേട്ടനെയും നമുക്ക് പിരിക്കേണ്ടേ, ഉറപ്പായും നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയുമെന്നൊക്കെ പറയുമ്പോൾ അതിന് മഞ്ജുവിനെയും ഗിരിയെയും എന്തിനു പിരിക്കണം? അവർ കല്യാണം കഴിഞ്ഞവരല്ലേ. ഗിരിയുടെ കല്യാണം കഴിഞ്ഞു, മഞ്ജുവുമായി ജീവിക്കുകയാണ്. ഇനി എന്തിനാണ് അവരെ പിരിക്കുന്നത് എന്ന് അഭിനയിച്ചുകൊണ്ട് അങ്ങ് പറയുകയാണ് കേട്ടോ ശാലിനി. അത് കേൾക്കുമ്പോൾ സ്വപ്ന തന്നെ ആകെ ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ ചാച്ചുവിന് കാര്യം മനസ്സിലാവുകയാണ്. ഞാൻ പറഞ്ഞെടുത്ത ആ പദ്ധതി തന്നെയാണ് ശാലിനി ഇപ്പോൾ പ്രയോഗിക്കുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്വപ്ന നീ ഗിരിയേട്ടനെ ചെറുപ്പം മുതലേ സ്നേഹിച്ചതല്ലേ, പിന്നെ എന്തിനാണ് മഞ്ജുവിന് വിട്ടുകൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് സാരമില്ല, ഞാനിപ്പോൾ അതൊക്കെ മറന്നു തുടങ്ങുകയാണ്. ഗിരിയും മഞ്ജുവും സന്തോഷത്തോടു കൂടി ജീവിച്ചോട്ടെ, എനിക്കൊരു കുഴപ്പവുമില്ല എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് എന്താ പേടിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ എന്താ എൻ്റെ വീട്ടിൽ വന്ന് മോശമായി സംസാരിക്കുന്നത്? നിന്നെയുമായി എനിക്കൊരു ബന്ധവുമില്ല. നീ എന്നെ ഉപയോഗിക്കുന്നത് നിൻ്റെ അക്കൗണ്ടിൽ പൈസ വരാനും നിനക്ക് സമ്മാനങ്ങളും ഗിഫ്റ്റുകളൊക്കെ വാങ്ങിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ഇനി മുതൽ നീ എന്നെ പറ്റിച്ച് ജീവിക്കാമെന്ന് കരുതണ്ട. മര്യാദയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയുമ്പോൾ കുറച്ച് മാന്യമായി സംസാരിക്കണം എന്ന് ശാലിനിയോട് സ്വപ്ന പറയണം. എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് മാന്യത പറയാൻ നീ ആരാടി എന്നും പറഞ്ഞ് ശാലിനി സ്വപ്നയുടെ നേരെ കൈ ഓങ്ങി കവളടിച്ചു പൊട്ടിക്കാൻ നോക്കാണ്ട്. അപ്പോഴത്തേക്കും സഞ്ജയ് വന്ന് ശാലിനിയുടെ കൈ അങ്ങ് തടയുകയാണ്. എന്നിട്ട് നീ എന്തിനാടി ഇവളെ അടിക്കുന്നത് എന്ന് ചോദിക്കും. ഇത് ഞാനും അവളും തമ്മിലുള്ള പ്രശ്നമാണ്, ഇതിൽ നീ വെറുതെ ഇടപെടേണ്ട, മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ ഇല്ല, വെറുതെ അവളെ അടിക്കാനൊന്നും നമ്മളുടെ വീട്ടിൽ വന്ന ഗസ്റ്റിനോട് ഇങ്ങനെ മോശമായി പെരുമാറാനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ നിന്നോടാ പറഞ്ഞത്, നീ മാറി നിന്നോ എന്ന് പറയുമ്പോൾ ചാച്ചു ഇവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കോ, അല്ല എന്നുണ്ടെങ്കിൽ ഇവളും ഞാനും തമ്മിൽ ഇപ്പോൾ അടിപിടിയാവും എന്ന് പറയണം. അപ്പോൾ ചാച്ചു അതുപോലെ തന്നെ ശാലിനിയെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ കേട്ടോ. വാ മോളെ, ഇനി ഇവിടെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സഞ്ജയ് സ്വപ്നയോട് ചോദിക്കുകയാണ്, നീ പേടിച്ചു പോയോ മോളെ എന്ന് ഇല്ല, ചെറുതായിട്ടൊന്ന് ഈ സഞ്ജയ് ഉള്ളപ്പോൾ നീ പേടിക്കേണ്ട, നീ എന്നെ കാണാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ സ്വപ്ന പതറിങ്ങോട്ട് പറയുകയാണ്. അതെ എന്ന് പറയുമ്പോൾ എന്നാ വായോ എന്ന് പറയുമ്പോൾ ഇല്ല, ഞാൻ പിന്നെ വരാം, ഇപ്പം നേരം വൈകി, നീ വന്നതേ അല്ലേ ഉള്ളൂ, അപ്പോഴത്തേക്ക് പോവുകയാണോ? നമ്മൾ തമ്മിൽ കുറച്ച് കാലമായില്ലേ ഇപ്പോൾ സംസാരിച്ചിട്ട്. ഞാൻ പിന്നെ വരാം സഞ്ജയ്, ഇപ്പോൾ കുറച്ച് നേരം വൈകി എന്നും പറഞ്ഞ് സ്വപ്ന പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് കേട്ടോ. അങ്ങനെ ചാച്ചുവിൻ്റെ അടുത്തേക്ക് സഞ്ജയ് ചെല്ലുകയാണ്. എന്തായി, ശാലിനി എവിടെയെന്ന് ചോദിക്കും. അവൾ റൂമിലുണ്ട്, അവൾ കാരണം എനിക്കൊരു നല്ല ചാൻസാണ് ഇന്ന് കിട്ടിയത്. അവളെ സ്വപ്നയുടെ മുന്നിൽ വെച്ച് രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞപ്പോൾ അവൾക്കിപ്പോൾ എന്നെ നന്നായിട്ട് ബോധിച്ചിട്ടുണ്ടാവും. അവൾ എന്നെ കുറേ ദിവസമായി പറ്റിച്ചു നടക്കുന്നു, പക്ഷേ ഇനി അവളെ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ അവൾ ഒരു സാധാരണ പെൺകുട്ടിയല്ല, കുറച്ച് ബുദ്ധിയുള്ള ടൈപ്പാണെന്ന് തോന്നുന്നു. നീ വെറുതെ എടുത്തു ചാടി ചെയ്യാനൊന്നും നിൽക്കണ്ട, കുറച്ച് സാവകാശം കൊടുത്തേക്ക് സ്വപ്നയ്ക്ക് എന്ന് പറയുമ്പോൾ ഇല്ല, അവളൊരു പൊട്ടിക്കളിയാണ്, അവളെ കണ്ടാൽ തന്നെ അറിയാലോ, പക്ഷേ ഇനി അവളെ വിട്ടുകളയാൻ എനിക്ക് ഉദ്ദേശമില്ല, ഇനി എത്രയും പെട്ടെന്ന് ഞാൻ വിചാരിച്ച കാര്യം സാധിക്കുമെന്നൊക്കെയാണ് കേട്ടോ സഞ്ജയ് അപ്പോൾ ചാച്ചുവിനോട് പറയുന്നത്. അപ്പോൾ ചാച്ചു എന്നാൽ നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ എന്നുള്ള ഭാവത്തിൽ ചാച്ചു അതൊക്കെ സഞ്ജയ് സപ്പോർട്ടായി നിന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ സഞ്ജയ് എത്രയും പെട്ടെന്ന് സ്വപ്നയെ എൻ്റെ വലയിൽ കുരുക്കണം എന്നുള്ള ഉദ്ദേശവും പ്ലാനുമായിട്ടാണ് കേട്ടോ സഞ്ജയ് സ്വപ്നയുടെ പിറകെ കൂടെ നടക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ മഞ്ജുവും ഗിരിയും മുകുന്ദൻ്റെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ അവിടെ മഹിമയെ കാണുന്ന സമയത്ത് മഞ്ജുവിന് ഒരുപാട് സന്തോഷമാവാണ്. എന്നിട്ട് ഗൗരിയമ്മയോട് പറയുകയാണ്, ഓണമായിട്ട് നിങ്ങൾ ഈ വീട്ടിൽ മഹിമയെ ഒരു അംഗമായിട്ട് നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗമായി കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അമ്മയില്ലാതെ വളർന്ന ഇവൾക്ക് ആ സ്ഥാനത്ത് ദൈവമായിട്ട് കൊടുത്തതാണ് ഗൗരിയമ്മയെ. അത്രയ്ക്കധികം സന്തോഷമുണ്ട് മഹിമയെ നിങ്ങളുടെ വീട്ടിലെ ഒരു അംഗമായി കണ്ടതിൽ എന്നൊക്കെ പറഞ്ഞ് മഞ്ജു വല്ലാതെ അങ്ങ് ഗൗരിയമ്മയോട് ഓരോ കാര്യങ്ങൾ പറയട്ടെ. അത് കേൾക്കുമ്പോൾ ഗൗരിയമ്മക്കും ഒരുപാട് സന്തോഷമാവാണ്. എന്നിട്ട് ഗൗരിയമ്മ പറയുകയാണ്, ഇവളെ ഞാൻ എൻ്റെ വീട്ടിലെ ഒരു അംഗമായിട്ട് എൻ്റെ മോളായിട്ട് തന്നെയാണ് ഇപ്പോൾ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് മഹിമയെ ചേർത്ത് പിടിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ സന്തോഷത്തോടു കൂടി അവർ ഓണം ആഘോഷിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ആ സമയത്ത് ഗിരിക്ക് വാരി കഴിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ മഞ്ജു ആണ് കേട്ടോ ഗിരിക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നത്. അത് കാണുമ്പോൾ മഹിമയ്ക്കും വക്കീൽ ഗൗരിയമ്മക്കൊക്കെ നല്ല സന്തോഷമാവാണ്. അങ്ങനെ സന്തോഷത്തോടു കൂടി അവരെല്ലാവരും ചേർന്ന് ഓണം ആഘോഷിക്കുകയാണ്. മഹിമയ്ക്ക് മഞ്ജുവിൻ്റെ വക ഓണക്കോടിയായിട്ട് ഒരു കൂട്ട് ഡ്രസ്സൊക്കെ കൊടുക്കും. അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടു കൂടി ഓണം ആഘോഷിച്ച് ഒരു സെൽഫിയൊക്കെ എടുത്ത ശേഷമാണ് പിരിയുന്നത്.